ഒരുപാട് കക്ഷികൾ UDF-ൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡ്യൂ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താൽ UDF യോഗം കൂടി ഉടൻ തന്നെ തീരുമാനമെടുക്കും. ഉറപ്പായിട്ടും. അല്ല, എല്ലാം വിസ്മയമാണല്ലോ. വേറെ മുന്നണിയിൽ നിൽക്കുന്ന കക്ഷികൾ ഇങ്ങോട്ട് വരുമല്ലേ, വലിയ വിസ്മയമൊക്കെ വരാണ്ടിരിക്കുന്നതല്ല. ഇതൊക്കെ വിസ്മയം തന്നെയാണ്. മറ്റ് മുന്നണിയിലുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് UDF-ലേക്ക് വരികയാണ്, മുതിർന്ന നേതാക്കൾ പലരും വരികയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വിസ്മയം ഉണ്ടാക്കുന്ന ആളുകൾ ഉൾപ്പെടെ വരും, പാർട്ടികൾ. ഇപ്പൊ കുറച്ച് പേര് വരും. അല്ല, അത് തീർച്ചയായിട്ടും നമ്മളോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അത് പരിശോധിച്ച് ക്ലിയറൻസ് നടത്തിയ ഒരു പ്രൊസീജിയറുണ്ട്. നമ്മൾ ദേശീയ പാർട്ടിയും കൂടിയാണ്. ഡൽഹിയിൽ നിന്നുള്ള ഇത് വേണം, മറ്റ് ഘടകകക്ഷികളുടെ അനുവാദം വേണം, പാർട്ടി തീരുമാനമെടുക്കണം, കോൺഗ്രസ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ടീമിനെ ഡിക്ലെയർ ചെയ്യും. ആദ്യഘട്ടം